അപ്പൊ ഇനി നമുക്ക് ഓട്ടംതുള്ളലിലേക്ക് വന്നല്ലോ. ഓട്ടംതുള്ളൽ പഠിച്ചു അല്ലേ? ഓട്ടംതുള്ളൽ ആദ്യ അക്കാഡമിക്കലായിട്ട് പഠിച്ചു. അക്കാഡമിക് മാഷ വീട്ടിൽ പോയി പഠിച്ചു. പിന്നെ മത്സരിച്ചോ എവിടെയും? മത്സരങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുട്ടേട്ടനെ കുറിച്ചല്ലേ നമ്മൾ തുള്ളൽ അവതരിപ്പിക്കുന്നത് അല്ലേ? എക്സ്റ്റംപോറായിട്ട് ഒരു 2 ലൈൻ. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു പെരുപ്പിച്ച കാരണേ സ്നേഹയുടെ എക്സ്പ്രഷൻസ് കാണാൻ ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു ഓട്ടംതുള്ളൽ. സ്നേഹ ശ്രീകുമാറും ചേർത്ത് അവതരിപ്പിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് ആരംഭിക്കാം. കമോൺ. എന്നാൽ ഇനി ഒരു കഥയുര ചെയ്യാം 1 കോടിയുടെ വേദിയിൽ നിന്ന്. എന്നാൽ ഇനിയൊരു കഥ ഉര ചെയ്യാം 1 കോടിയുടെ വേദിയിൽ നിന്ന്. കഥകൾ പറഞ്ഞു ചിരിച്ചു രസിച്ചു. കഥകൾ പറഞ്ഞു ചിരിച്ചു രസിച്ച് കോടികൾ വാങ്ങിപ്പോകാമല്ലോ. കഥകൾ പറഞ്ഞു ചിരിച്ചു രസിച്ച് കോടികൾ വാങ്ങിപ്പോകാമല്ലോ. എന്നു നനച്ചു വരുന്നവരോർക്കണം. എന്നു നനച്ചു വരുന്നവരോർക്കണം. ഇവിടെ കോടി കോടി ചുമ്മാതൊന്നും കിട്ടില്ല. ഇവിടെ കോടി ചുമ്മാതൊന്നും കിട്ടില്ലത്രേ. അങ്ങനെ ഇങ്ങനെ വന്നവർ ഞങ്ങൾ. അങ്ങനെ ഇങ്ങനെ വന്നവർ ഞങ്ങൾ SKN വലയിൽ പെട്ടു. SKN വലയിൽ പെട്ടു. അങ്ങനെ ഇങ്ങനെ വന്നവർ ഞങ്ങൾ SKN വലയിൽ പെട്ടു. പോഡിയം ഒന്നിൻ മുന്നിൽ നിന്നു. പോഡിയം മുന്നിൽ നിന്നു. ചോദ്യശരങ്ങൾ വന്നു തുടങ്ങി. ചോദ്യശരങ്ങൾ വന്നു തുടങ്ങി. ഞാനും ശ്രീയും ഒത്തുവിയർത്തു. കുട്ടേട്ടന്റെ മൊട്ടത്തലയിൽ. കുട്ടേട്ടന്റെ മൊട്ടത്തലയിൽ. കുട്ടേട്ടന്റെ മൊട്ടത്തലയിൽ. നിർമ്മിത ബുദ്ധിയോ കഷ്ടം. നിർമ്മിത ബുദ്ധിയോ കഷ്ടം. ഉള്ളത് പറയും. നല്ലത് പറയും. ചിലത് പറഞ്ഞാൽ ഏറിൽ കേറും. ഉള്ളത് പറയും. നല്ലത് പറയും. ചിലത് പറഞ്ഞാൽ ഏറിൽ കേറും. ഉള്ളത് പറയും. നല്ലത് പറയും. ചിലത് പറഞ്ഞാൽ ഏറിൽ കേറും. നാരായണ ജയ 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 SKN ജയ. സ്നേഹ ശ്രീകുമാർ. എന്തോ കഷ്ടം. കുട്ടേട്ടൻ മൊട്ടത്തലയിലാണെന്ന് പറഞ്ഞ ആദ്യത്തെ മത്സരാർത്ഥി നിങ്ങളാണ്. നിങ്ങളെ എയറിൽ കയറ്റാനുള്ള വഴികളെല്ലാം കുട്ടേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ നിങ്ങൾ 2 പേരും എയറിൽ കയറും. ഉടൻ തന്നെ ചോദ്യവും കുട്ടേട്ടാ. യെസ്. കുട്ടേട്ടന് മുമ്പേ എനിക്ക് വേറൊരു കുട്ടേട്ടനായിട്ടാണ് വളരെ സൗഹൃദം. സിനിമാനടൻ കുട്ടേട്ടൻ. അതെ. വിജയരാഘവൻ എന്നാണ് അദ്ദേഹത്തിന്റെ. എങ്കിൽ സി കുമാരനോട് ഒരു കാര്യം ചോദിക്കാം. താങ്കൾക്ക് വലിയ മറവിയുണ്ട്. താങ്കളുടെ ഭാര്യയെ ഒരു ഹോട്ടലിൽ വെച്ച് മറന്നിട്ടുണ്ട്. മറന്നുപോയോ? എന്നെ മറന്നു വെച്ചിട്ടുണ്ട്. എവിടെ പറയട്ടെ? പറഞ്ഞു. ഇനിയിപ്പോ പറയാൻ പറ്റൂലല്ലോ. തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അവിടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാല് ജംഗിൾ സെറ്റപ്പാണ്. അതായത് ഒരു പച്ച ലൈറ്റും കാടിന്റെ അങ്ങനെ. അവിടെ ഫുഡ് നല്ല ഭക്ഷണമാണ്. കാട്ടിലായിരുന്നു പുള്ളി ടാർസൺ. അതാണ് ടാർസൺ. ചുമ്മാതല്ല പുള്ളി ടാർസൺ ആക്കിയത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്തു. ഇപ്പൊ വരാട്ടോന്ന് പറഞ്ഞു പോയി. ഇഷ്ടൻ. എന്റെ സാറെ കുറെ നേരമായി 1 മണിക്കൂറാവുന്ന ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനവിടെ ഇരിക്കുക. ഫുഡൊക്കെ വന്നിരിക്കുക കഴിക്കാൻ. വരണ്ടേ? വരുന്നില്ല. 1ആയി 2ആയി. പിന്നെ ആ ഹോട്ടലുകാരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്താ മേഡം കഴിക്കുന്നില്ലേ? സാർ ഇവിടെ പോയി. ഞാൻ പറഞ്ഞു ഇപ്പൊ വരും. ഇത് പറഞ്ഞു ഞാൻ തോറ്റു. നമ്മളെ ആണെങ്കിൽ ആൾക്കാർക്ക് അറിയുകയും ചെയ്യാലോ. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന എന്താണ് ഇത്ര സമയമായല്ലോ, ആൾക്കാർ അന്വേഷിക്കും. എനിക്ക് പറയാൻ പറ്റുന്നില്ല സാറേ. അവസാനം ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി. വന്നില്ല. മറന്നുപോയില്ലേ? ശ്രീവരം കൊണ്ട് പോയി. ബാക്കി ശ്രീവരം പറ. അല്ലാതെ എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഡ്യൂസറായിട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് സമയം നീണ്ടുപോയി. എന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി പോയി. ഭക്ഷണം ഓർഡർ ചെയ്തിട്ടാണോ പ്രൊഡ്യൂസറായിട്ട് ചർച്ചയ്ക്ക് പോകുന്നത്? അപ്പൊ സാറിന് അപ്പോഴും ഭക്ഷണം വലുത്. ഞാൻ അവിടെ ഇരിക്കുന്നതാ. അതെന്താ സാറ് ചോദിക്കാതെ? ഭക്ഷണം ഓർഡർ ചെയ്തിട്ടാണോ പോണേന്ന്? ഒരു പെൺകുട്ടി അവിടെ ഇരുത്തിയിട്ടാണ് പോയത്. അത് സാറ് പറയുന്നില്ല. വിട്ടുപോയി കേട്ടോ. ഭർത്താവ് മറന്നുപോയി. പിന്നെ നാട്ടുകാരെ കിടക്കുന്നതാണോ കുഴപ്പം? അതിൽ കൂടുതലല്ലോ.
എന്നിട്ട് കഥ പറഞ്ഞു കൊടുത്ത ഞാനല്ല. അങ്ങനെ ഞാൻ അവസാനം ഓട്ടോ ഞാൻ എന്നിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്നു. എത്ര നേരം കഴിഞ്ഞ്? ക്ലോസ് ചെയ്തു. അപ്പോഴത്തെ അവരടച്ചിട്ട് പോയി അല്ലേ? ഹോട്ടലൊക്കെ അടച്ച് 12 മണി അപ്പൊ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് കാണുമല്ലോ. ഒരു സമയം എടുത്തു. അല്ല അപ്പൊ ഈ ഭാര്യയെ കളഞ്ഞ പോലീസ് സ്റ്റേഷൻ പോയോ പിന്നെ നേരെ അങ്ങ്? ഇല്ല ഞാൻ വീട്ടിൽ പോയി. അപ്പൊ അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഈ ശ്രീകുമാറിനെ മറന്നു വെച്ചിട്ട് സ്നേഹ പോയിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും മറന്നു വെക്കില്ല. ഇല്ലല്ലേ? ഈ പറയുന്ന പോലെ എന്റെ വഴിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് പ്രശ്നം കൂടെ ഉണ്ട്. വഴി പെട്ടെന്ന് തെറ്റും. വഴി തെറ്റുമോ? വഴി തെറ്റും എന്നുള്ളതല്ല, നമുക്കിപ്പോ വഴി തെറ്റി സാറ് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ വലിയ പരിചയമില്ലാത്ത സ്ഥലങ്ങളോ. തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്. അവിടെ സ്വന്തം വീട്ടിൽ പോകാനുള്ള വഴി തെറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴും ഇപ്പോഴും അന്ന് ഗൂഗിൾ മാപ്പ് ഉണ്ട്, അതിട്ടാലും തെറ്റും. അതെന്താണ്? അത് ഒരു പിടുത്തമല്ല, അത് ഇങ്ങനെ തെറ്റും. കൂടെ വേണം. എന്നിട്ട് ഏതോ ജംഗ്ഷനിലൊക്കെ ആളെ കാണാതാവുമ്പോ നമ്മളിങ്ങനെ വിളിക്കുകയല്ലേ, വിളിച്ച് ഞാൻ വന്നോണ്ടിരിക്കുകയാണ് ഇന്ന സ്ഥലത്തെത്തി. അപ്പൊ പൂണത്തറയില് നിന്നിട്ട് വയറ്റിലെത്തി എന്ന് പറയാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി, വരുന്നില്ല. സംഭവം എന്താണെന്ന് പുള്ളി പറയണേ, ഞാൻ ജംഗ്ഷനിൽ വണ്ടി ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്ന് ഓർത്തോണ്ട് ഞാൻ എങ്ങനെയൊക്കെ പല തരത്തിൽ ഞാൻ പോയി നോക്കി, വീണ്ടും കറങ്ങി ഇവിടെ തന്നെ വരുന്നെന്ന്. അങ്ങനെ അവിടെ വണ്ടി ഇട്ട് അവിടെ ഇരുന്ന് പിന്നീട് എനിക്ക് തോന്നണ ഈ ആരടുത്തും പെട്ടെന്ന് ചോദിക്കാനും പറ്റില്ലേ എന്റെ വീട് എവിടാന്ന് ചോദിക്കാൻ പറ്റും. വീട് കാണാം അവിടെയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ട്രിവാൻഡ്രത്തൂടെ ഈ ഇടപ്പഴിഞ്ഞിലുള്ളൊരു വീട് അന്വേഷിച്ചു പോയി. അയാളുടെ വീടിനടുത്ത് ചെന്നപ്പോഴും ഇയാള് വീട് ചോദിച്ചോണ്ടിരിക്കുക. അയാളുടെ വീട് ഊതല്ലേ എന്ന് പറഞ്ഞു. വീടിന് മുമ്പിൽ നിന്നാ ചോദിക്കുന്നത് അയാളുടെ വീട് എവിടാന്ന്. അതുപോലെ തന്നെയാണ് ഇത് എന്റെ അടുത്ത് പറയണേ. ആൾക്കാരോട്ട് ചോദിക്കത്തില്ല. കാണാൻ പറ്റുന്നുണ്ട്, വീട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. വഴി ഏതാന്ന് പിടികിട്ടുന്നില്ല. വീട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വലിയ ഫ്ലാറ്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഈ ചിലപ്പോ നമ്മൾ ഗൂഗിളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതിപ്പം നമ്മൾ പുതിയതായിട്ട് താമസിക്കാൻ വന്ന വീടിന്റെ കാര്യമാണ്. അല്ല ഇങ്ങനെ തെറ്റിപ്പോന്ന പറയല്ല. സ്ഥിരമായിട്ട് തെറ്റുന്നില്ലേ? അപ്പൊ എന്റെ സാർ ഇത് ചുമ്മാ കുട്ടേട്ടനോട് ചോദിച്ചു നോക്കിയാൽ സത്യം സ്ഥിരമായി അങ്കിൾ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ അദ്ദേഹത്തിന് വഴിയറിയില്ല. സ്നേഹ ശ്രീകുമാറിനോട് കുട്ടേട്ടന് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് താങ്കൾ ഒരു നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്താണ് അതില്ലേ? അത് പറഞ്ഞാ ഭയങ്കര നാണക്കേടാ. അല്ല നമുക്ക് അത് ഉള്ള നാണൊക്കെ പോയിരിക്കില്ലേ, ഇനി പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. അതല്ല, നമ്മുടെ സ്റ്റാൻഡേർഡിന് ബിലു ആയി പോ സാറേ. അത് കുഴപ്പമില്ല, നമുക്കവിടെ സ്റ്റാൻഡേർഡ് നമ്മൾ താഴോട്ട് ഫിക്സ് ചെയ്താൽ മതി. അത് കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഫിക്സ് ചെയ്തു. പല്ല് തേക്കാൻ മടിയായിരുന്നു. ആർക്ക്? സ്നേഹ പല്ല് തേക്കത്തില്ലായിരുന്നോ? ഇല്ല, എനിക്ക് ഭയങ്കര മടിയാ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മടിയുണ്ടെന്നാണ് ശ്രീ അവകാശം. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും, നീ പല്ല് വെച്ചോന്ന് ചോദിക്കും. പണ്ടേ എനിക്ക് പല്ല് തേക്കാൻ ഭയങ്കര അല്ല, 2 ഉഗ്രം ചേർച്ചയാ. ഒരാള് 3 മണിക്കൂർ കൂടി, ഒരാള് പല്ല് തേക്കത്തില്ല. ചേരുംപടി ചേർന്നു. പല്ല് തേക്കാൻ മടിയായിട്ട്. ഇത് കുട്ടിക്കാലത്തെ ഉള്ള അസുഖമാണോ? കുട്ടിക്കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉമ്മിക്കിരിയൊക്കെ ഉള്ള കാലം മുതലേ? ഉമ്മിക്കിരിയല്ല, അപ്പോഴൊക്കെ ബ്രഷൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് മടിയാണ്. അപ്പൊ രാവിലെ അച്ഛൻ കുളത്തിന് ചുറ്റും ഓടിക്കും. വല്ല ടൂത്ത് പേസ്റ്റ് കമ്പനി ഉണ്ട്, അടിച്ചോണ്ട് പോകും. ആദ്യമായിട്ട് പല്ല് തേപ്പ് തുടങ്ങിയ ഒരാളെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ അടിക്കാൻ ഓടിച്ചിടും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഉഷാറാണ്. സ്കൂളിൽ പോകാൻ കുഴപ്പമില്ല. പക്ഷെ പല്ല് തേക്കൽ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. എന്നിട്ട് അമ്മ വന്ന് എൻ്റെ ക്ലാസ് ടീച്ചറോടൊക്കെ പരാതി പറയും, കൊച്ചിന് ഭയങ്കര മടിയാണ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അവസാനം ഞാൻ ഇതിനൊരു മാർഗം കണ്ടുപിടിച്ചെന്താ വെച്ചാൽ, കെ കരുണാകരൻ അന്ന് മുഖ്യമന്ത്രിയാണ്, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് കാണണം, കണ്ടിട്ട് പുള്ളിയോട് പറയണം കേരളത്തിലുള്ള ആരും ഇനി പല്ല് തേക്കരുത്. അപ്പൊ എന്റെ അടുത്ത് ആരും പല്ല് തേക്കാൻ പറയില്ലല്ലോ, കാര്യം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എല്ലാവരുടെ അടുത്തും പറയണം കേരളത്തിൽ ഇനി മുതൽ ആരും പല്ല് തേക്കരുത് എന്ന് പറയണം. അപ്പൊ ഈ ടീച്ചറും ചോദിക്കില്ല, അമ്മയും ചോദിക്കില്ല, അച്ഛനും ചോദിക്കില്ല, അവരും പല്ല് തേക്കരുതല്ലോ പിന്നെ തൊട്ട്. അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യം എന്നിട്ട് പലരോടും ഞാൻ ചോദിച്ചു, എനിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമോ, ഒരു കാര്യം പറയാനാണോ, ഇതായിരുന്നു അതിന്റെ കാര്യം. വൈകുന്നേരത്തെ കുറിച്ച് ആരെങ്കിലും ജനങ്ങളെ പരാതി പറയുന്നുണ്ടോ? ശ്രീകുമാർ എനിക്കൊന്ന് കല്യാണം ചെയ്യാൻ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് പറഞ്ഞത് ഞാനൊരു 1.5 കിലോ പേസ്റ്റ് വാങ്ങിച്ചു തരും അല്ലേ, എല്ലാ ദിവസവും 3 നേരം തേക്കണം അല്ലേ. ഇപ്പൊ പിന്നെ ആ പ്രശ്നമൊക്കെ മാറിയല്ലേ? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ലല്ലോ പല്ല് തേക്കാൻ. ഇല്ല, ഇപ്പൊ ഞാൻ പല്ല് അല്ലെ മുഖ്യമന്ത്രി വിചാരിക്കും എനിക്ക് എന്തെല്ലാം ജോലിയല്ലേ ഈ നാട്ടില് ആൾക്കാരെ കൊണ്ട് പല്ല് തേപ്പിക്കണം അല്ലേ. ചെറുതിലായിരുന്നു. ചെറുതിലായിരുന്നു. എത്രാമത്തെ വയസ്സിൽ? ഞാൻ വിചാരിച്ചു
മാത്രല്ല ശ്രീകുമാർ നോക്കുന്നവര് ശ്രീകുമാരെ പുറത്തിറങ്ങി നടക്കണം, ഭാര്യയുടെ പല്ല് ചിക്കാൻ. സ്കൂളിൽ പഠിക്കൂലേ, ചെറിയ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ഓ ക്ലാസ്സിലോ ചെറിയ കുട്ടിയായിരിക്കും, അന്ന് വലിയ ചില്ലൊന്നുമില്ല. ഇത് ഈ പ്രായത്തിലാണോ? അയ്യോ ഈ പ്രായത്തിലല്ലേ, ഈ പ്രായത്തിലാ, കറക്റ്റ്. അപ്പൊ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അഥവാ ആ പ്രകൃതി ഇപ്പോഴും വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ എന്റെ ചെലവിൽ ഈ ജീവിതകാലം മുഴുവൻ പല്ല് തേപ്പിക്കാനുള്ള പണം ഞാൻ തരും. ഇനിയിപ്പോ അതുകൊണ്ട് ഒരാള് മുഖ്യമന്ത്രിയെ കാണാൻ പോകണ്ട. ശ്രീകുമാർ അതിന്റെ ഇടയ്ക്ക് ശ്രീകുമാറിന് കുറെ ആൾക്കാർ പറ്റിച്ചിട്ടൊക്കെ പോകുന്നു. ഒരു BMW കാർ വാങ്ങിച്ചു, എന്തായിരുന്നു പറ്റിയത്? അതെന്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ വണ്ടിയായിരുന്നു. അദ്ദേഹം എനിക്ക് തന്നിട്ട് പോയതാണ്. അത് വിലക്ക് വാങ്ങിച്ചല്ലേ? വിലക്ക് വാങ്ങിക്കാനായിട്ടിരുന്നാണ്. പക്ഷെ അതിന് കുറച്ച് കംപ്ലൈന്റ് ഒക്കെ വന്നിട്ട് പിന്നെ അദ്ദേഹം ആ എമൗണ്ട് ഒക്കെ പിന്നീട് സെറ്റിൽ ചെയ്തു. അത് പിന്നെ അതോടുകൂടി കുഴപ്പമില്ല. അങ്ങനെ ഇതിനകത്ത് പറ്റിച്ചെങ്ങനെയാ? അല്ല, അത് പറ്റിച്ചല്ല. പിന്നെ അദ്ദേഹത്തിന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ചെറിയ വയ്യായികയൊക്കെ ഉണ്ടായി. അപ്പൊ എന്റെ പൊന്നു സാറേ, ന്യായീകരിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ആരായാലും ഞാൻ നോക്കി പറയും. ഞാൻ പറയുന്നത് എന്ത് വയ്യായിക ഉണ്ടെങ്കിലും നമ്മുടെ ഒരു സുഹൃത്താവുമ്പോ എടാ ഇന്ന വണ്ടിക്ക് ഇന്ന പ്രശ്നമുള്ള വണ്ടിയാണ് എന്ന് പറയില്ലേ? ഇവിടെ തലയിലോട്ട് വെച്ച് കൊടുത്താണോ? പിന്നല്ലാതെ ആ വണ്ടിക്ക് 1.5 ശ്രീകുമാറും സ്നേഹം തമ്മിൽ വ്യത്യാസം. അതെ, ഞാൻ അതൊക്കെ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇപ്പോഴും എന്റെ അടുത്തത് ഇടയ്ക്കിടയ്ക്ക് ന്യായീകരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയോ പൈസ മുടക്കിയിട്ടാണ് നമ്മൾ അത് ശരിയാക്കി എടുക്കണം ആ വണ്ടി. പിന്നീട് ഇതിന്റെ പേര് മാറ്റണമല്ലോ. ഇതിന് അന്വേഷിച്ചപ്പോ ഇത് ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന വണ്ടിയാണ്. എന്തിന്റെ പേരിലാന്ന് നമുക്കറിയില്ല. അത് ഡൽഹിയിലോ ബാംഗ്ലൂരോ അവിടെ എങ്ങാണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന വണ്ടിയാണത്. ഞാൻ പറഞ്ഞു ഇനി മേലെ അമ്മാര് കൂട്ടുകാരെ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞു. പണി കൊടുത്തു. എന്നിട്ട് ആ ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന വണ്ടിയാണ് വിലക്ക് വാങ്ങിച്ചത് അല്ലേ? പിന്നല്ലാതെ അത് കഴിഞ്ഞിട്ട് ആ വണ്ടി ആരോണ്ട് എടുത്തോണ്ട് പോയി, എന്താ ഓടിച്ചു നോക്കാൻ കൊണ്ടുപോയതോ. പിന്നെ അത് വന്നിട്ടില്ല, അത് അതുവഴി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ കൊണ്ടുപോയത്? അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു സുഹൃത്ത് വണ്ടി ഓടിച്ചു, വണ്ടി കാണുന്നില്ല. മര്യാദയുടെ ഇതിലാണ്. ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പോയിട്ടോ, ഞാൻ ഇനി നിനക്ക് തരില്ല, ഞാൻ അത് തിരിച്ചു കൊണ്ടുപോവാണ്, ഇത്രയും പണിയുള്ള പിന്നീട് പൈസ തിരിച്ചു കിട്ടിയോ? അതോ സത്യം പറഞ്ഞു ഞാൻ ശ്രീമാനെ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. കിട്ടി എന്നാണ് സ്ത്രീ അവകാശപ്പെടുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടുമില്ല. ഇനി കിട്ടിയോ ബാങ്കർ എന്നുള്ളതൊന്നും ഇല്ല. ഇപ്പം എന്റെ പൈസ കണക്ക് ഞാൻ ചോദിക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്ക്. പക്ഷെ ശ്രീ അങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കില്ല. ഇത് ഇത്തരം അബദ്ധങ്ങൾ തിരിച്ചു കിട്ടിയില്ലെന്ന് അറിയണമല്ലോ. തിരിച്ചു കിട്ടിയോ കിട്ടിയോന്ന് ചോദിക്കുമ്പോ കിട്ടിയെന്നല്ലേ എന്നോട് പറയണേ. അല്ലാതെ ഞാൻ പോയിട്ട് അതിന്റെ പൈസ കരുതി മറ്റുള്ള ഇറ്റലി കേസൊക്കെ ആണെങ്കിൽ പോട്ട് മനസ്സിലാവും. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയായിരുന്നു എന്തോ നമ്മള് ചീറ്റ് ചെയ്താണോ അങ്ങനെ എന്തൊക്കെ പറയാം. ഇതങ്ങനെയല്ല, എനിക്ക് തിരിച്ചു തന്നു. നോർമലി സ്നേഹ ശ്രീകുമാറും SP ശ്രീകുമാറും തമ്മിൽ തെറ്റുമ്പോൾ വീട്ടിൽ കുടുംബകലം ഒത്തുതീർക്കാൻ വേണ്ടി പാടുന്നൊരു പാട്ടുണ്ടല്ലോ, മനോഹരമായൊരു ഗാനം. സ്നേഹ ഏത് പാട്ട് പാടിയാലാണ് സ്നേഹ വീഴ്ത്താൻ പറ്റുക? അത് പക്ഷേ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും അതാണ് അല്ലല്ലോ. അതല്ല, നേരത്തെ അതായത് കല്യാണത്തിനൊക്കെ മുമ്പൊക്കെ എനിക്ക് പാട്ടൊക്കെ പാടി തരുമായിരുന്നു. ആ സമയത്തൊക്കെ പാട്ട് അല്ലേ? ഈ വഴക്കൂടുമ്പോ ഉള്ള പാട്ടൊന്നും ഇല്ല, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. വഴക്കൂടുമ്പോ മിണ്ടാതെ ഒരു ഭാഗത്ത് പോയിരിക്കും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചല്ലേ, ഞാൻ മിണ്ടാതിരിക്കും. പിന്നെ ഞാൻ തന്നെ പോയിട്ട് എന്താ മിണ്ടാത്തത് ചോദിക്കുമല്ലേ, എന്താ ദേഷ്യം, ഇങ്ങനെ ഞാൻ ചോദിച്ചോണ്ടിരിക്കും. അല്ലാതെ ചിരി അപ്പൊ ഉണ്ടോ? ചിരി കാണത്തില്ലല്ലേ? ഇല്ല. കല്യാണത്തിന് മുമ്പുള്ള പാടുന്ന പാട്ടായിരുന്നു ഇത്, നിർമിഴിപ്പില്. അത് വേണേ 2 ലൈൻ പാടാം അല്ലേ? അല്ലേ? മൈക്കരാം. സ്നേഹയ്ക്ക് ചില ഗുഡ് ഓൾഡ് ഡേയ്സ് ഉണ്ടാവട്ടെ, നല്ല മെമ്മറീസ്. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോ, വെറുമന്യനെ പോ. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോ, വെറുമന്യനെ പോ. ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. ഓ
സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. മാനസഭാവങ്ങൾ മൗനത്തിലൊളിപ്പിച്ച് മാനിനി നാമിരുന്നു. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. കണ്ണുനീർ തുടയ്ക്കാതെ. താങ്ക് യു. ഗംഭീരമായി ഭാര്യയ്ക്കത് വളരെ ഒരു ഉത്തേജക മരുന്നാണെന്ന് ഞാൻ കരുതുന്നു. ഇനി 1 കോടി അടിക്കണ്ടേ? വേണം വേണം. ഇത് നമ്മൾ ഇതുവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ദാമ്പത്യ കലവും ഒക്കെ പ്രശ്നമായി, 1 കോടി വിത്ത് ദാമ്പത്യമൊക്കെ ആയി, അതൊക്കെ കൊള്ളാം. പക്ഷെ 1 കോടിയിലേക്ക് ഇനി നമ്മൾ ഈ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. 10,000 രൂപയുടെ ചോദ്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഒന്ന് റെഡി ആയിക്കോളൂ. അപ്പൊ നിങ്ങൾ ഭയങ്കര ടെൻഷൻ ഒന്നും ആവണ്ട, അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ഇത്. ഓൾ ദ ബെസ്റ്റ്. 1 കോടിയിലേക്ക് നിങ്ങൾ നടന്നെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ ദാസനെയും വിജയനെയും എങ്ങോട്ട് ചരക്കിറക്കാൻ പോകുന്ന ഉരുവിലാണ് ഗഫൂർ ദുബായിലേക്ക് പറഞ്ഞു വിടുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. പക്ഷേ സ്വന്തം വീടറിയാത്ത ശ്രീകുമാർ ഇത് എങ്ങനെ പറയും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കിട്ടിയോ? 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 എങ്ങോട്ടാ? വഴി എങ്ങോട്ടാ? വഴി അറിയാത്ത തെറ്റിക്കാൻ വഴി എങ്ങോട്ടാ? വഴി എങ്ങോട്ട് പറയും? അല്ല, ആദ്യത്തെ ചോദ്യത്തിന് ആദ്യമായിട്ട് ഔട്ടാവുന്ന ആദ്യത്തെ ദമ്പതികളായി മാറും. ഓക്കെ, പറഞ്ഞോളൂ. ഉറപ്പാണെന്ന് സിനിമ ആയതുകൊണ്ട് ചിലപ്പോ ശ്രീക്ക് കിട്ടുന്നതാണ് തോന്നുന്നു അല്ലേ? എന്നാലും ഓർമ്മ ഉണ്ടാവും എന്തോ. കാലിഫോർണിയയിലേക്ക് പോകുന്നു. അത് ദുബായ് വഴി തിരിച്ചു വിടും. കാലിഫോർണിയയിലേക്ക്. ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാണ്. 10,000 രൂപ കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക്. ഒഴുകുവാൻ കഴിയുന്ന അക്കം ഏതാണ്? ഒഴുകും. പറയട്ടെ. 6. ഇതാണ് ലോലിതൻ. എക്സാക്ട് ലോലിതനാണ് കേട്ടോ. ഓക്കെ, ലോലിതൻ സൂപ്പറാ. വിശ്വസിക്കാൻ പറ്റില്ല. ഇത്ര കാലം ഈ വൈഭവം മനസ്സിലാക്കിയിരുന്നു. ഇതാണ് ഭാര്യമാരുടെ കുഴപ്പം. അയലത്തുള്ള ഭർത്താവിന്റെ കഴിവെല്ലാം അറിയായിരിക്കും. ഓക്കെ, റെഡി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. ഓക്കെ, ഡോക്ടർ പറഞ്ഞാൽ സന്തോഷമാവും, റേഷൻ കടക്കാരൻ പറഞ്ഞാൽ സങ്കടമാവും. എന്ത് പറഞ്ഞാൽ? ഡോക്ടർ പറഞ്ഞാൽ സന്തോഷമാവും. മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ? മിണ്ടരുത്, 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 മിണ്ടരുത്. ഷുഗർ 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 ഇല്ല, ഷുഗർ ഇല്ല. മൈക്കെടുത്തേ, മൈക്കെടുത്തേ. നിങ്ങൾ അതാന്നാ പറഞ്ഞേ. എന്തായിരുന്നു ഉത്തരം നിങ്ങളുടെ? നിങ്ങൾക്ക് ഷുഗർ ആയിരുന്നു. ഷുഗർ ഉണ്ടോ? ഷുഗർ ഇല്ല എന്നുള്ള ഉത്തരം. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 40,000 രൂപയുടെ ചോദ്യം, 40,000. ഏത് നൂറ്റാണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കുസൃതി ചോദ്യം എന്നല്ല, റിയൽ ചോദ്യമാണ്. ഏത് നൂറ്റാണ്ടാണ്, ഏത് സെഞ്ചുറിയാണിത് എന്നാണ് ചോദ്യം. ഏത്? 21. ഏറ്റവും പൊന്നെ. ഈ ശ്രീകുമാർ ഇത്രയും GK ഉണ്ടെന്നുള്ളത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഞാനിപ്പോ ആലോചിക്കായിരുന്നു, ഇപ്പൊ സ്നേഹിക്ക് ബഹുമാനം കൂടിയില്ലേ? ഇനി കുറച്ചുകൂടെ സ്നേഹിക്കേണ്ടി വരും. GK ചോദ്യം ഉള്ള പരിപാടികളാണെങ്കിൽ എന്റെ അടുത്ത് പറയും, എല്ലാം നീ പറഞ്ഞോ കേട്ടോ, ഞാൻ ഒന്നും പറയില്ല, എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയും. പക്ഷെ ഇതിലുണ്ട്, നോക്ക്, അറിവിന്റെ ഭണ്ഡാകാരമായി നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു മൊബൈലൊക്കെ നോക്കിയിട്ട് ഇങ്ങനത്തെ തമാശയൊക്കെ കണ്ട് ചിരിക്കായിരിക്കും. എനിക്ക് പുള്ളി ബോവനും പുള്ളിയൊക്കെ വായിക്കുന്നു അല്ലേ? ഓക്കെ, റെഡി. ഇനി നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 1,00,000 രൂപ, 50,000. ഒരു പല്ലവിയുടെ BGM കേൾപ്പിച്ചിടാം. അനുപല്ലവി ശ്രീകുമാർ പാടണം, അല്ലെങ്കിൽ സ്നേഹ പാടിയാലും മതി. പ്ലേ. BGM ആണിത്. ഈ ഗാനത്തിന്റെ അനുപല്ലവി എന്താണ്? അന്തിമേഘം വിണ്ണിലുണർത്തി നിന്റെ കവിളിൽ കുങ്കുമം അല്ലേ? അതെ അതെ, അത് തന്നെയാണ്. അപ്പോ ഈ ഉത്തരം ശരിയാണ്. 1,00,000 രൂപ അല്ലേ? ദീപസ്തംഭം മഹാശ്വര്യം. എനിക്കും കിട്ടണം പണം. ഇത് ഓട്ടത്തുള്ളക്കാരന്റെ ഓട്ടത്തുള്ളക്കാരന്റെ കഥയല്ലേ? നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 60,000. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്.
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണയായി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം താൽക്കാലികമായി സ്തംഭിക്കാറുണ്ട്. എന്ത് ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത്? ഹൃദയം. ഏ? എന്താ? മനസ്സിലായോ? പിന്നെന്താ? ഈ ഇതൊക്കെ പഠിച്ചു വെച്ച പോലെ പറഞ്ഞു. പിന്നെന്താ? പിന്നെന്താ? വളരെ കോൺഫിഡന്റ് ആണ് അല്ലേ? ഇപ്പൊ എപ്പോഴും പറയാറില്ലേ നമ്മള് ഈ തുമ്മുമ്പോ ആ, അല്ലേ തുമ്മുമ്പോ സ്തംഭിക്കുവോ ആട്ട്? ചെറുതായിട്ട് അല്ലേ? അല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഇല്ലേ? ഇല്ല. അപ്പോഴല്ലേ നമ്മള് ഇത് പറയുന്നേ ഹരേ കൃഷ്ണ എന്നൊക്കെ പറയുന്നേ. ഇതെല്ലാം ശ്രീകുമാർ എങ്ങനെ അറിയാമെന്ന് ഞാൻ ആലോചിക്കുന്നു. അല്ല ഞാനിങ്ങനെ അന്വേഷിച്ചു കാര്യം. തുമ്മുമ്പോഴൊക്കെ ഹരേ കൃഷ്ണ എന്ന് പറയാറുണ്ട്, ചിലര് ദൈവത്തിനെയൊക്കെ വിളിക്കാറുണ്ട്, അവരവരുടെ ഇഷ്ടപ്പെട്ട ദൈവം. തുമ്മുമ്പോ ഇത് ടെമ്പററി ആയിട്ട് നിലയ്ക്കുന്നുണ്ട്. എന്ന് ഞാൻ പിന്നെ ഒന്നും നോക്കാതില്ല, ഉത്തരം ശരിയാണ്. തുമ്മൽ, തുമ്മൽ. ഇപ്പൊ 60,000 രൂപ കിട്ടി. ഇന്നോട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ചോദിക്കും, എന്നെയും കുറച്ച് പഠിപ്പിച്ചു തരണം. സാറ് പറഞ്ഞ ആദ്യം അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടി. അല്ല ഞാൻ ഇപ്പൊ അതാണ് ഒരു അവതാരകന്റെ പണി. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് 70,000 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്നത് എന്താണ്? പല്ലെന്ന് പറഞ്ഞാലല്ലേ സ്നേഹ. എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു ക്ലൂ. നിങ്ങൾക്ക് ഇതെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വഴിമുട്ടുമ്പോ ഹെൽപ്പ് ലൈൻ ഉണ്ടല്ലോ. അതെ, നമുക്ക് ഹെൽപ്പ് ലൈൻ എടുക്കാം. നമുക്ക് ഹെൽപ്പ് ലൈൻ ഡോക്ടറിനെ വിളിക്കാം. ഡോക്ടറെ വിളിക്കാം അല്ലേ? ഹായ് ഡോക്ടർ മിറാഷ്, പ്ലീസ് കം. ഹലോ, നമസ്കാരം ഡോക്ടർ മിറാഷ്. ഹൗ ആർ യു? ഫൈൻ ഫൈൻ ഫൈൻ. യാ, യു ആർ സ്റ്റിൽ അലൈവ്. ഇത് കുട്ടിക്ക് കളിക്കാൻ കൊടുക്കണം, എന്റെ വക ചെറിയ സമ്മാനം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? അതായത് എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്നത് എന്താണ്? പല്ലല്ല. അതല്ല, ഒരിക്കലും അല്ല. എനിക്ക് ഡയറക്റ്റ് ഉത്തരം പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം പൈസ എനിക്കല്ല, നിങ്ങൾക്കല്ലേ കിട്ടുന്നത്. അപ്പൊ കുറച്ച് ക്ലൂകൾ ഞാൻ പറയും, അത് വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമുള്ള ഒരു വസ്തുവാണ്. എന്ത്? നമ്മളെല്ലാവരും ഈ കാലഘട്ടം വഴി കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. കിട്ടിയോ? കിട്ടിയില്ല. നെക്സ്റ്റ് ക്ലൂ. എങ്ങനെ പോയാലും നമ്മൾ കുട്ടിക്കാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവും. ഇതിലെന്തെങ്കിലുമൊക്കെ നീ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പിന്നെ ബോർഡാണ്. ഏത് ബോർഡ് പറയൂ, നിങ്ങളെ കൊണ്ട് പറ്റും. മറ്റേ ബോർഡില്ലേ, ബോർഡിന്റെ ഫുൾ നെയിം എന്താണ്? ബ്ലാക്ക് ബോർഡ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. Correct ആണ്. പിന്നെ തീർച്ചയായും ഭയങ്കര ബുദ്ധി. ഈ ഉത്തരവാണ് പറഞ്ഞതല്ലേ, ബാക്കിയെല്ലാം പുള്ളിയാണ് സ്കോർ ചെയ്തത്. ഓക്കെ, ഇപ്പൊ സ്കോർ ചെയ്ത്. ഓക്കെ, നെല്ല് കുട്ടേട്ട അടുത്ത പണിയായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് വാസ് ഡോക്ടർ മിറാഷ്. ഹി വിൽ ക്രിയേറ്റ് മിറാഷ്. ഓക്കെ, പറയൂ കുട്ടേട്ടാ. സ്നേഹ ശ്രീകുമാർ ആൻഡ് ശ്രീകുമാർ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മൂന്നാറിലെ പഴത്തോട്ടം എന്ന ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോയിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ്. അന്ന് ഏതെങ്കിലും വന്യമൃഗത്തിനെ താങ്കൾ വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി. ദൈവമേ, പുറത്തറിഞ്ഞാൽ നിങ്ങളെ ജയിലിലാക്കേണ്ട കുറ്റമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതിന് വല്ല മാറ്റമുണ്ടോ? ഈ കുട്ടിയുടെ ഞങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയുള്ള എനിക്ക് കുട്ടിയുടെ നിങ്ങളോട് എന്തോ പ്രശ്നം, എന്തോ ഒരു വിരോധമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? സംഭവം ഇടിച്ചു കൊല്ലാൻ കേസ് എന്നൊക്കെ പറയണേ, അങ്ങനെയൊന്നും ഇല്ലാട്ടോ സാറേ. അതായത് ഞങ്ങള് ഇതുപോലെ പഴത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീയുടെ ഒരു സുഹൃത്ത്, ഒരു പ്രൊഡ്യൂസറാണ് അല്ലേ അദ്ദേഹം, പുള്ളിക്ക് കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ സ്ട്രോബെറി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ പിടിച്ച് ക്ഷീണിച്ചപ്പം കൃഷി തുടങ്ങിയാണ്. അല്ല, സൈഡ് ബിസിനസ്. പച്ചക്കറിയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു, ഇവിടെ ഇറക്കുന്നു. പൈസ കളയാൻ ഒരു സ്ഥലം വേണം. അപ്പൊ സ്ട്രോബെറി ഒക്കെ ഉണ്ടാവുന്നുണ്ട്, കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോ മൂന്നാറെത്തി. മൂന്നാർ ടൗൺ എത്തുമ്പോ സന്ധ്യയുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ് പഴത്തോട്ടത്തിലേക്ക് പോകാനുള്ള വഴി. അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ സന്ധ്യയായി, ഇനി പോകാൻ ഇനി പോകാൻ പാടില്ല, ഭയങ്കര റോഡ് ഭയങ്കര പ്രശ്നമാണ്, പേടിക്കേണ്ട സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇത് പ്രശ്നമുള്ള സ്ഥലമാണോ ചോദിച്ചു. അപ്പൊ പുള്ളിയോടെ എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല, ഞങ്ങളൊക്കെ എപ്പോഴും യാത്ര ചെയ്യണല്ലേ, അത് നിങ്ങളെ ആരോ പേടിപ്പിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. വണ്ടി എടുത്ത് പോയിട്ട് ഇങ്ങനെ വളവായി തുടങ്ങി, ഹെയർപിൻ വളവ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്ലക്സ് ഇങ്ങനെ ആടുന്നു. അപ്പം ഞാൻ എടുത്ത് പറയാൻ, എന്ത് മനുഷ്യരാണല്ലേ,
ഈ കാടിന്റെ പരിസരത്തൊക്കെ ഫ്ലക്സ് ഒക്കെ കൊണ്ടുപോയിട്ട് മൃഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ അടുത്തടുത്ത് വരുമ്പോ ഒരാന അങ്ങനെ എന്തോ ഒരു കടലാസ് വീശി അവിടെ നിന്നിട്ട്. ആന അവിടെ നിൽക്കുന്നത്? ആന ഫ്ലക്സ് അല്ല. ആന അങ്ങനെ നിന്ന് വീശാം. അപ്പൊ ഞാൻ ശ്രീയുടെ വാ ബാക്കിലേക്ക് എടുക്ക്. എങ്ങനെയും ബാക്കിലെടുക്ക്. ഇങ്ങനെ വളവ്, അത്ര ചെറിയ റോഡാണ്, എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ മുമ്പിലായി. പതിയെ ഞാൻ കണ്ടില്ല ഈ ലൈറ്റിന്റെ ഒരു പാത്ത് ഉണ്ടല്ലോ, അത് അതിന് തൊട്ടും ബാക്കിലാണ് അത് നിൽക്കുന്നത്. അപ്പൊ എന്നെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു, ഞാൻ ബ്രേക്ക് അങ്ങ് ചവിട്ടി. ആനാന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടി. ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, അതിന്റെ അപ്പുറത്താണ് നിൽക്കണേ. അപ്പം അത് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ ശ്രീ അപ്പൊ പതിയനെ കുഴപ്പമില്ല, സൈഡിൽ കൂടി പോവാലോ. പതിയൻ അങ്ങനെ എടുത്ത അടുത്തേക്ക് വരുമ്പോ സാർ ഒരു 6 ആന. ഒരാനയല്ല, ഒരാനക്കൂട്ടം സൈഡിൽ കൂടെ പോകാന്ന് വിചാരിച്ചു നമ്മളല്ലേ. ഇത് ഒരെണ്ണം ഇതിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ആനയെ മുട്ടരുന്നേ ഉള്ളൂ, അങ്ങ് പോയാൽ മതിയല്ലോ. അങ്ങനെയാണ് വിചാരിച്ചെടുത്തേ. പക്ഷെ 6 ആനകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അടുത്തെത്തുകയും ചെയ്തു, ബാക്കിലോട്ട് വരാനും പറ്റില്ല. അപ്പൊ ഞാൻ ശ്രീയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക, എന്റെ ധൈര്യമൊക്കെ പോയി. ഇങ്ങനെ ഞാൻ പകുതി നിൽക്കണോ ഇരിക്കണോ എന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ശ്രീ ബും എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തു. ഒരിക്കലും അതിന്റെ തൊട്ടപ്പുറത്ത് ഭയങ്കരമായ കുയ്യാണ്. വലിയ കൊക്കയാ. ഈ ആനല്ലേ ആട്ടുംകുട്ടിയൊക്കെ ചാടും പോലെ ദുമ്മനെങ്ങനെ ചാടി മാറി. ആനയൊന്നും ഒരിക്കലും അങ്ങനെ ചാടുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ആനയ്ക്ക് മനസ്സിലായി വെളിവുകെട്ട ഏതോ 2 എണ്ണങ്ങളാണ് ഈ വണ്ടി കൊണ്ട് വരണേന്നുള്ളത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആന വീഴുന്ന എന്തിനാ എന്റെ കാല് വീഴ്ചാക്കുന്നു വിചാരിച്ചു കാണും. അങ്ങനെ വിചാരിച്ചു കാണിച്ചല്ലോ. അത് ഒരു കുട്ടിയാനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങൾ അത് എങ്ങനെയോ അങ്ങനെ പോയി. ഇറങ്ങി ഞങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ പറ്റും. അപ്പുറത്തെത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോ അവിടെ ഒരു ഏർമാടം പോലത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസിന്റെ എന്തോ ഒരു സംഭവം. ഞങ്ങൾ ഇറങ്ങി ആ സാറിനോട് ചോദിക്കാനും, സാറ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പൊ അയാൾ ഇനി മുന്നോട്ട് പോയാലേ രക്ഷയുള്ളൂ, കാര്യം വേറെ അങ്ങ് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ആന ഉണ്ടാവുമോ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഒരു ആനക്കൂട്ടത്തിനെ കണ്ടോ ചോദിച്ചു. കണ്ടു. അപ്പൊ ഇനി ആന ഉണ്ടാവില്ല, ചിലപ്പോ കാട്ടുപോത്തുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പൊ വരാൻ സമയമായിട്ടില്ല, പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ ദൂരം മുമ്പുണ്ട്, നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നും പോലെ ദൂരെ ഇങ്ങനെ കാണാം. അവരുടെ കണ്ണ് മിന്നുന്നതാണ് കാട്ടുപോത്തിന്റെ കൂട്ടായിരുന്നു അത്. വീണ്ടും ശ്രീ അവിടെ വീണ്ടും സ്പീഡിൽ പോയി. അല്ല വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ കണ്ണകത്ത് പെട്ടുപോയതുപോലെ ആയിപ്പോയി. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. ഇനി അടുത്ത ചോദ്യം 80,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ശ്രീകുമാറിന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവത്തിലെ വീഡിയോ ആണ്. പ്ലേ. നിന്റെ ഭാര്യ ഇങ്ങനെ നമ്മുടെ പ്രശ്നത്തിൽ എന്തിനാണ് ഞങ്ങളെ വലിച്ചിറക്കുന്നത്? ഇത് എല്ലാരും കൂടെ ചേർന്നുള്ള പ്ലാൻ. ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഇറങ്ങി പോവുമല്ല. വരുന്നു, വഴക്കുണ്ടാക്കുന്നു, നമ്മളങ്ങ് ഇറങ്ങുന്നു. വഴക്കായല്ലോ. അപ്പം ഇവിടെ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇവിടെ ഇങ്ങനെ വന്ന് പറയുമ്പോ ഞാൻ മിണ്ടായിരിക്കുമല്ലോ, ഞാൻ എന്തെങ്കിലും പറയും, ഇപ്പൊ വഴക്കാവും. അപ്പൊ ഇനിയാണ് ചോദ്യം. ഇതിനകത്ത് എന്തോ ചോദ്യം അല്ലേ? ശ്രീകുമാർ അതായിരിക്കും സംശയിച്ചത്, ഇത് എന്തോ ചോദ്യം ചോദിക്കുക ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ചോദ്യമുണ്ട്. ഇതിലൊരു ചോദ്യം ഒളിഞ്ഞു കിടക്കുന്നത് ഞങ്ങൾ കണ്ടെത്തി. ഫ്ലവേഴ്സിലെ ഉപ്പും മുളകും പരമ്പരയിലെ ഈ രംഗത്തിൽ ബാലുവിനോട് താങ്കൾ പറയുന്ന ഈ ഡയലോഗ് എന്താണ്? നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡയലോഗ്, ഒരു പോർഷൻ മ്യൂട്ട് ചെയ്തു. ശരി. ഓർമ്മ കിട്ടിയോ? അളിയൻ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട. അങ്ങനെയാണ്. അളിയൻ കൂടുതൽ അളിയന്റെ അളിയനാ പറയുന്നത്. അളിയൻ കൂടുതൽ നാടകം കളിക്കണ്ട അല്ലേ? അളിയൻ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട. അത് തന്നെയാണ്, നമുക്ക് നോക്കാം. അത് തന്നെയാണോ നോക്കാം, എനിക്ക് ഉറപ്പില്ല. വരുന്നു, വഴക്കുണ്ടാക്കുന്നു, നമ്മളങ്ങ് ഇറങ്ങുന്നു. വഴക്കായല്ലോ. അപ്പം ഇവിടെ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അളിയൻ കൂടുതൽ നാടകമൊന്നും കളിക്കൊന്നും വേണ്ട. ഓക്കെ ഓക്കെ റെഡി. അപ്പൊ 70,000. ഓ തെറ്റ് കണക്കെത്തി തന്നെ. 80,000 റുപ്പീസ്. ഓക്കെ റെഡി. അപ്പൊ നമുക്ക് ഇനി 1,00,000 രൂപയുടെ ചോദ്യം. 1 lakh. നിങ്ങൾ രണ്ടുപേരുടെ ഒരു സിനിമയിൽ അഭിനയിച്ചില്ലേ? ഉട്ടപ്പിലെ രാജാവ്. മമ്മൂക്കയുടെ ഒരു സിനിമയില് ഉട്ടപ്പിലെ രാജാവ്. മമ്മൂക്കയായിട്ട് ചേർന്നുള്ള കോമ്പറ്റീഷൻ സീൻ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷെ വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ശ്രീ കുറെ കൂടി അടുപ്പം. കാര്യം ഫുൾ ടൈം പുള്ളിയുടെ കൂടെ ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ സാറിന് കാരവാൻ എന്ന് ഒന്നിച്ച് ഫുഡ് കഴിക്കും ഇവര്. പിന്നെ ഇവര് ജിമ്മ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായതുകൊണ്ട് സൈക്ലിങ് എന്നെയും കൊണ്ടുപോകും. പിന്നെ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിന്റെ അടുപ്പുണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും അതിലെ റണ്ണറപ്പ് അല്ലായിരുന്നു? ഓക്കെ, ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടിയായിട്ട് എന്തോ ചോദിക്കുന്നു. പശ കാണോ? സ്നേഹ കിട്ടാ പണി. താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോ എന്ന രാജ്യത്ത് പോയിരുന്നു. പോയി.
അവിടുത്തെ ആളുകളെ താങ്കൾ മലയാളം പഠിപ്പിച്ചു. മലയാളം പഠിപ്പിച്ചതല്ല സാറേ, ആ അതായത് ഞാൻ കാലടി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്താണല്ലോ എയർപോർട്ട്. ഈ ഹോസ്റ്റലിൽ ഞാനും സുരഭിയൊക്കെ ഇരിക്കുമ്പോൾ ഈ ജനാലേന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് പോകും. ഞങ്ങൾ എല്ലാവരും കേട്ടോ അവിടെ, എനിക്ക് തോന്നണു അവിടെ പഠിച്ച ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ ആലോചിക്കും നമ്മൾ എന്നാണ് ഇതിലൊന്ന് കേറുക. നമ്മൾ ജനലിൽ തുറന്നു കഴിഞ്ഞാൽ അതുവഴി പോകുന്നതാണ്. അതുവഴി പോകും, അടുത്തുകൂടിയാണ് പോണത്. അപ്പൊ എന്തെങ്കിലും നമുക്ക് അതിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാഗ്യം പോലെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ MA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് മെക്സിക്കോയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം വന്നു. അപ്പൊ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറല്ലേ, ആ ഒരു രസത്തിൽ ഞാൻ പോവാണ്. എൻ്റെ സാറേ, എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് പാരീസ് 12 മണിക്കൂർ, അവിടുന്ന് പിന്നെ ആ എയർപോർട്ടിൽ കറങ്ങി തിരിഞ്ഞ് 2-3 മണിക്കൂർ പോവും, വീണ്ടും എയറോ മെക്സിക്കോയിൽ വീണ്ടും 12 മണിക്കൂർ. ആ ഫ്ലൈറ്റ് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് വല്ലാതെ അങ്ങ് സാധിച്ചു തന്നു പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു വെച്ചാൽ, മെക്സിക്കോയിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം നമ്മളെ റിസീവ് ചെയ്യാൻ നമ്മളെ വിളിച്ച ആ തിയേറ്റർ കമ്പനിക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇവർ വന്ന് പൂച്ചുണ്ട് എന്ന് ഇങ്ങനെ ഹഗ് ചെയ്ത്, അതൊക്കെ എന്നെ സംബന്ധിച്ച ആദ്യത്തെ അനുഭവമായിരുന്നു. നമ്മൾക്ക് ഫോറിനേഴ്സ് ആയിട്ട് ഒരിറങ്ങും ബന്ധവും ഇല്ലല്ലോ, അതെ, നമുക്കൊരു ബന്ധമില്ലല്ലോ. അപ്പോഴേക്കും ഞാനിങ്ങനെ കുനിഞ്ഞിട്ട് ഓടി മാറി. 2 മാസം 2.5 മാസമായിരുന്നു ഞാൻ മെക്സിക്കോയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ തിരിച്ചു പോരുമ്പോഴുള്ള സീൻ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും കേട്ട് ഇനി എന്ന് കാണും എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട്, അവർക്കും ഇംഗ്ലീഷ് അത്ര അറിയില്ല, സ്പാനിഷ് ആണ് അവർ പറയാ. അവസാനം അവിടുത്തെ പെർഫോമൻസിന്റെ ഇടയിലൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് പിന്ന് വേണം, സ്ലൈഡ് വേണം, ഓരോ ഐറ്റം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ പൂരിപ്പം. അപ്പൊ ഞാൻ ഓടി വന്നിട്ട് മരിയാന പിന്ന് തരൂ എന്ന് പറയുമ്പോ ഇവര് എനിക്ക് പിന്ന് തരുന്നുണ്ട്. അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തോ പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് അവരുടെ അടുത്ത് ഞാൻ പറയും വെള്ളം വേണം എനിക്ക് വയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അവര് വെള്ളം കൊണ്ടുവരും, ജ്യൂസ് കൊണ്ടുവരും. ഇതൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയണതൊക്കെ അവർക്ക് മനസ്സിലായി, അവര് പറയണതൊക്കെ എനിക്ക് മനസ്സിലായി. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ കരഞ്ഞ് ഇപ്പോഴും ഞാൻ ശ്രീയുടെ അടുത്ത് ഇടയ്ക്ക് പറയാറില്ലേ, എല്ലായിടത്തും വെള്ളത്തിന് ഇങ്ങനെ തന്നെയാണ് കാണി, വെള്ളം സ്ലൈഡ് തരൂ പിന്നെ സ്ലൈഡ് തരൂ എന്ന് പറയുമ്പോ എങ്ങനെ സാറേ മനസ്സിലാക്കണം? സ്ലൈഡ് തരൂ, ഇതിലെന്താ അങ്ങുള്ളത്, സ്ലൈഡ് തരൂ. അത് വാച്ചാകാം, വളയാകാം, മാലയാവാം, ഇല്ലേ? അത് വെള്ളം തരൂ. പക്ഷെ ഇപ്പോഴും ഇനി എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മെക്സിക്കോയിൽ ഒന്ന് പോണം എനിക്ക്. ശ്രീകുമാർ ആ സമയത്ത് പ്രതികാരം ചെയ്യണമെന്ന് അറിയോ? ശ്രീകുമാർ ഇറ്റലിക്ക് അങ്ങ് പോയിക്കണം. ഇയാള് മെക്സിക്കോയിൽ നിൽക്കുമ്പോ ശ്രീകുമാർ ഇറ്റലിക്ക് അങ്ങ് പോകണം. അപ്പൊ ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 100,000 rupees. Question please. രണ്ടക്ഷരവും 2 അക്കവും ചേർന്നാൽ കിട്ടുന്ന ആയുധം എന്താണ്? 2 അക്ഷരവും 2 അക്കവും ചേർന്നാൽ കിട്ടുന്ന ആയുധം. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അത് അത് കിട്ടി. സൂപ്പർ. വിചാരിച്ചോലല്ലേ തലവെളി വെക്കാൻ പാടില്ല. ഓക്കെ, ഇത് മെക്സിക്കോ അല്ലേ? അപ്പൊ നമുക്കിനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു കണ്ണ് മാത്രം അടച്ചുറങ്ങാൻ കഴിയുന്ന ജീവി ഏതാണ്? സ്നേഹ എന്ന് പറയില്ലേ? 2 ലൈഫ് ലൈൻ ബാക്കിയുണ്ട്. ഇനി 2 പേരുണ്ട്. അപ്പൊ നമുക്ക് മറ്റേ PSC കാരനോട് ചോദിച്ചാലോ? PSC തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന PSCയുടെ സാറ്, PSC രാജു സാറ്. PSC രാജു സാറിനെ ചോദിക്കാം. പ്ലീസ് കണക്ട് മീ ടു PSC രാജു. രാജു സാറേ, ഒറ്റ ചോദ്യം. ഒരു കണ്ണ് മാത്രം അടച്ച് ഉറങ്ങാൻ കഴിയുന്ന ജീവി എന്നാ ചോദ്യം? അത് അവർക്കറിയില്ല. ഇല്ല, അവർക്കറിയില്ല. ഇത് 1984 PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. PSC എഴുതിയിട്ടില്ല, ജനിച്ചിട്ട് പോലും. ഞാൻ ജനിച്ചില്ലായിരുന്നു. ഉത്തരം ഡയറക്റ്റ് പറയില്ല, ചെറിയ ക്ലൂയിലൂടെ അവരെ കൊണ്ട് പറയിക്കാം. ഇത് കടലിൽ വസിക്കുന്ന ഒരു ജീവിയാണ്. അടുത്ത ക്ലൂ. ഒരു സിനിമാ പേരുമായി ഇതിന് ബന്ധമുണ്ട്. സിനിമാ പേരുമായിട്ട് ബന്ധമുണ്ട്. മലയാള സിനിമയാണോ ഇംഗ്ലീഷ് സിനിമയാണോ? മലയാള സിനിമ. ഇത് മനുഷ്യനുമായി ബന്ധമുള്ള കടലിൽ ജീവിക്കുന്ന ഒരു ജീവി. ഡോൾഫിൻ ആണോ? ഉത്തരം ശരിയാണ്. അത് ഞാൻ ചോദിച്ച ഇംഗ്ലീഷ് ആണോ മലയാളമാണോ? അപ്പൊ മലയാള സിനിമയാണ്. മലയാള സിനിമയാണോ? ശരിയാണ്. ഡോൾഫിൻ ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപ കൈ കിട്ടി. ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഓക്കെ.
ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മോഹൻലാൽ ഗഞ്ച് എന്ന സ്ഥലം? ഇല്ല, നിങ്ങൾ അടുത്ത ഓപ്ഷനിലോട്ട് പോവാം. അതാണ് നീ ഒരാളും കൂടി ഇല്ലേ? ആരാ? കുട്ടേട്ടനോ? നമുക്കിനി നിങ്ങളുടെ ഒരു ഹെൽപ്പ് ലൈൻ എടുക്കണം. അപ്പൊ കുട്ടേട്ടാ, സ്നേഹ ശ്രീകുമാർ ആൻഡ് ശ്രീകുമാർ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് മോഹൻലാൽ ഗഞ്ച് എന്ന സ്ഥലം എന്നാണ് ചോദ്യം. ഇവിടെ ടൂറിസത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റിലാണ് ലക്നൗ എന്ന സ്ഥലം. ഉത്തർപ്രദേശ്. ഉത്തരം ശരിയാണ്. അപ്പോ 3 ലക്ഷം. ഇനി 5 ലക്ഷം രൂപയുടെ ചോദ്യം. 5 lakhs. അതിന് ഇനി ആരോടും ചോദിക്കാനും ഇനി പറ്റില്ല. ഹെൽപ്പ് ലൈൻ ഒന്നുമില്ല. ഇനി രണ്ടുപേരുടെ തുല്യമായിട്ട് വിധിച്ചിട്ടുള്ളൂ, വിവരമായാലും വിവരക്കേടായാലും. ഓക്കെ, എന്തായാലും കുട്ടേട്ടൻ ഉത്തരം പറഞ്ഞല്ലോ. താങ്ക്സ് കേട്ടാ കുട്ടേട്ടാ. വെൽക്കം. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്താ? പണ്ടൊരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവമ്പഴം എന്ന നാടകത്തിൽ സ്നേഹ ശ്രീകുമാറും താങ്കളുടെ കൂടെ പ്രജിത്ത് എന്ന ഒരു സഹോദരനും അഭിനയിച്ചു. നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മതിൽ ചാടി ഓടിയത് എന്തിനാണ്? കൈകാര്യം ചെയ്തു. അല്ലല്ല, സത്യത്തിൽ ആ നാടകത്തിലാണ് എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടിയത് കേട്ടോ. ആ നാടകമാണിത്. പക്ഷേ ഇതെന്ത് സംഭവിച്ചാല്, പൂവമ്പഴം വേണം എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ പുള്ളി ഡോറ് തുറന്ന് പോണല്ലോ. നമ്മൾ നാടകത്തിന്റെ സെറ്റ് ഇടില്ലേ, ഈ ആർട്ടുകാർ എന്ത് ചെയ്തു വെച്ചാല് ഈ ഡോർ ഇങ്ങനെ തുറന്നടിച്ച് പോവാതിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ ബാക്കിൽ ഒരു ആണി വെറുതെ വെച്ചിരുന്നു. അതായത് സ്റ്റേജിൽ കയറുമ്പോ ഊരാം, പുറത്ത് പണിത് വെക്കുമ്പോ ഇതിങ്ങനെ ആടൂലേ കാറ്റത്ത്, അതിന് വേണ്ടിട്ട്. പക്ഷെ സ്റ്റേജിൽ കയറുമ്പോ ഈ ആണി ഊരിയില്ല. ജമീല ഞാൻ പോവാണ്, ഉന്തി തുറക്കുന്നില്ല. വീണ്ടും തിരിച്ചു വന്നു, ജമീല ഞാൻ പോവാണ്. 5 തവണ ഇവൻ ഇത് തന്നെ പറയണു. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളി പുറത്തു പോകണം, പക്ഷെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു നിങ്ങള് പോന്ന് ഞാൻ പറയുന്നുണ്ട്. പോകുന്നില്ല അവൻ. വീണ്ടും വന്നിട്ട് ജമീല ഞാൻ പോവാണ്, നിങ്ങളോട് പോവാനാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഇവൻ മനസ്സിലായി എനിക്ക് ദേഷ്യം വന്നു. ഡോർ തുറക്കുന്നില്ല, മതിൽ ചാടി പോയി അല്ലേ? നാട്ടുകാർക്ക് മനസ്സിലായില്ലേ? യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരല്ലേ, നല്ലോണം കൂകി. നന്നായിട്ട് കൂല് കിട്ടിയിട്ടുണ്ടോ? ആ നാടകത്തിന് കൂല് കിട്ടിയിട്ടുള്ളൂ. അതേ ഉള്ളൂ അല്ലേ? പക്ഷെ അതുകൊണ്ട് എനിക്ക് സങ്കടം വന്നൊന്നുമില്ല. കാര്യം അതിന്റെ റിസൾട്ട് വന്നപ്പോ എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. ഈ ശ്രീകുമാർ ഈ കല്യാണം കഴിച്ചപ്പം ആ ഒരു ഗെറ്റപ്പിനെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. കല്യാണ ദിവസം ഇത്ര മിടുക്കനായിട്ട് വന്നൊരു ചെക്കൻ ഈ കേരളത്തിലില്ല. ഇല്ല, സ്നേഹിക്കത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ നമുക്കത് പ്രേക്ഷകരെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. വേണേ ഇതൊരു മോഡലാക്കാം. ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, സാറ് കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു കല്യാണ ചെക്കനെ? ഇങ്ങനെ വൃത്തിയായിട്ട് ഇത് മേക്ക് ഓവർ ചെയ്ത് വന്നല്ലേ? ഇത് ആരാ മേക്ക് ഓവർ ചെയ്ത? കലാകാരനാരാ? അതൊക്കെ ഉണ്ട്. എന്നാലും സംഭവം സൂപ്പറായി കേട്ടോ, സംഭവം സൂപ്പറായി. അല്ല, ഇനി ഈ ഫോട്ടോ ഇവിടെ ഇരിക്കെ തന്നെ ഇതിന്റെ കാര്യം ശ്രീ പറയണം. ഒന്ന് പറഞ്ഞേ. കല്യാണത്തിന്റെ തലേ ദിവസം ഒരു സലൂണിൽ പോകുന്നു. മുടിയുണ്ടല്ലോ നല്ലോണം, മുടിയൊക്കെ നല്ല സ്പായൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിട്ട് അവര് വിട്ടു. അദ്ദേഹം പറഞ്ഞിട്ടാണ് അതെ ഷോപ്പിലാ പോയെ. ഇങ്ങനെ അവിടുന്ന് അവര് എല്ലാം ചെയ്തിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഡേ വെള്ളമൊക്കെ നനച്ചിട്ട് അങ്ങനെ തന്നെ അധികം തോർത്തൊന്നും വേണ്ട, നേരെ അങ്ങ് പോയാൽ മതി. അപ്പം മുടി അങ്ങനെ തന്നെ കിടന്നോളും, താനെ ഡ്രൈ ആകുമ്പോഴത്തേക്ക് നല്ല സിൽക്കി ഹെയർ ആയിട്ടൊക്കെ കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ പൊക്കോണ്ടിരുന്നിട്ട് അവിടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം മുടിയൊക്കെ ഇങ്ങനെ പറകുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ പണ്ടത്തെ സോപ്പിൻ്റെയൊക്കെ പരിസരത്തിൽ കുതിരപ്പുറത്ത് നിന്നൊക്കെ ആൾ ഇങ്ങനെ ഓടി വരും. അപ്പം മോഡൽസിന്റെ മുടിയൊക്കെ ഇങ്ങനെ കിടന്നിങ്ങനെ ആടുമല്ലോ. അപ്പം എനിക്ക് അതാണ് ഫീൽ ചെയ്യണേ. കുറച്ച് ഞാൻ അങ്ങ് അകത്ത് നിന്നപ്പോഴത്തേക്കാണ് ഇദ്ദേഹം പറഞ്ഞത് ഇതെന്തോ മുടി കെട്ടിയും വെച്ചിട്ടില്ല, കെട്ടി വെച്ചെങ്കിൽ ഒതുങ്ങിയെങ്കിലും അങ്ങനെ അങ്ങനെ വന്ന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. നാട്ടുകാർ കെട്ടി കാണുമല്ലോ, പയ്യന്റെ വരവ് കൊള്ളാം. ആരൊക്കെ കൊണ്ടുവന്ന് ഹെയർ ബാൻഡ് ഒക്കെ ആരൊക്കെ കൊണ്ടുവന്ന് തന്നു കെട്ടി. സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആ പരസ്യത്തിലെ മോഡലിനെ പോലെ ഇല്ലേ? സ്നേഹയ്ക്ക് സോയാബീൻ എന്നൊരു പേരുണ്ടായിരുന്നു. എന്നെ ഓർമ്മിപ്പിക്കരുത് സാർ. അത് അങ്ങനെ പേരുണ്ടായിരുന്നു പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല. സത്യത്തിൽ എനിക്ക് നമ്മള് പേര് വിളിക്കൂലേ, പേര് വിളിക്കല്ല. 1ാം ക്ലാസ് വരെ എന്റെ പേര് സോയാന്നായിരുന്നു. നല്ല പേരായിരുന്നു. എന്നിട്ട് ഞാൻ നഴ്സറി പഠിക്കുമ്പോ എന്റെ പേര് കൊള്ളാമെങ്കിൽ നിങ്ങൾ കൈയടിക്കരുത്, കുഴപ്പം. ആ പേര് കൊള്ളാം. എന്നിട്ട് ഞാൻ നഴ്സറി പഠിക്കുമ്പോ എന്നെ പിള്ളേരൊക്കെ കളിയാക്കും, സോയാബീൻ
സോയാബീൻ എന്ന് പറഞ്ഞിട്ട്. സോയാബീൻ. സോയാബീൻ. സോയാബീൻ അല്ലേ? അതും കൊള്ളായിരുന്നു. നോട്ട് ബാഡ്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കരച്ചിലായിരുന്നു, എനിക്ക് പേര് മാറ്റണം പറഞ്ഞിട്ട്. അവസാനം അച്ഛൻ പറഞ്ഞു എന്നാ പിന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ പേര് മാറ്റാലോ. അങ്ങനെ എന്ത് പേര് വേണം എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൂരുള്ള എൻ്റെ ആശിച്ചിയാണ് ഈ പേര് സ്നേഹ എന്നുള്ള പേര് പറഞ്ഞത്. ഈ ആശിച്ചിയാണോ പ്രാർത്ഥിച്ചത് എനിക്കൊരു അനിയത്തി പെൺകുട്ടി വേണം? അല്ല, അത് എന്റെ ചേച്ചി, എന്റെ സ്വന്തം ചേച്ചിയാണ്. സൗമ്യ എന്നാണ് പേര്. അയ്യോ, പക്ഷെ അതിന്റെ പേര് ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ചെറുതിലെ. കാര്യം ഞാൻ കരാട്ടെയൊക്കെ പഠിച്ചിരുന്നു. കരാട്ടെ പഠിച്ചോ? ആ. ശ്രീമാനെ കൈകാര്യം ചെയ്യാൻ അന്നേ തീരുമാനിച്ചോ? അതുകൊണ്ട് പുള്ളിയൊന്ന് സൂക്ഷിച്ച് നിക്കോളൂ. കരാട്ടെ പഠിച്ച് എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ. അപ്പൊ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ബ്ലാക്ക് ബെൽറ്റിന്റെ ടെസ്റ്റ് വന്നത്. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. കാര്യം എനിക്ക് ആ സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്, 10ാം ക്ലാസ്സിന്റെ അതെ, ഏത് വേണം എന്നുള്ളതായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഇതായിരുന്നു. അങ്ങനെ അതിന് പോകാൻ പറ്റിയില്ല. പക്ഷെ എപ്പോഴും അങ്ങനെ വളരെ ചെറുതിലോട്ട് സൈക്കിളിന് സ്കൂളിൽ പോവാ. ഇപ്പൊ എന്റെ ചേച്ചി കുറച്ച് കാണാനൊക്കെ നല്ല മിടുക്കിയൊക്കെയാണ്. അപ്പൊ കുറെ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ പുറകെയൊക്കെ വരും. അപ്പൊ ചേച്ചി ആ സമയത്ത് ഇങ്ങനെ ബോബ് ചെയ്തിടുന്നതൊന്നും അങ്ങനെ ഇല്ല. അപ്പം അയ്യേ മൊട്ടേച്ചി എന്നൊക്കെ ഏതോ ഒരു ചെറുക്കം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ പൈസ ഉണ്ടല്ലോ, എന്റെ അച്ഛന്റെ പൈസ അങ്ങനത്തെയൊക്കെ തറുതലയൊക്കെ പറയുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ ചേച്ചിനോട് പറയും എന്തൊരു കഷ്ടമാണ്, നീ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പെൺകുട്ടിയായത്, അല്ലെങ്കിൽ ഞാൻ ഒരു ആൺകുട്ടിയായേനെ. എന്നിട്ട് ഇവന്മാരെയൊക്കെ പിടിച്ച് ഇടിച്ചേനെ. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു. അത് പെൺകുട്ടിയായാലും നോക്കാം. അല്ല, ഇപ്പോഴൊക്കെ അന്നൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. മാത്രമല്ല പുരുഷന്മാർക്ക് ഏറ്റവും വലിയ വിഷമം എന്താ പറയുക, സ്ത്രീകളെ നടി വാങ്ങിക്കുന്നതാണ്. ഒരു പുരുഷൻ അടിച്ചാലും ഒരു സഹിക്കും. ഇപ്പോഴും അതിനകത്തുള്ളൊരു ഫ്യൂഡലിസം പോയിട്ടില്ല കേട്ടോ, അല്ലേ ശ്രീമാറെ? നമുക്കിനി ഒരു കഴിഞ്ഞ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 5 lakhs എട്ടിയില്ലല്ലോ. ഓക്കെ, മോണിറ്റർ. കോട്ടയംകാരൻ ജേക്കബ് ഈശോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊടുത്ത പ്രശസ്തമായ കഥാപാത്രം ഏതാണ്? അതല്ലേ, അതായത് അറിയാവൂ. കോട്ടയം കുഞ്ഞച്ചൻ. ഇനി സൂക്ഷിക്കണം, തെറ്റിയാലുള്ള കുഴപ്പം എന്താ അറിയാമോ? തെറ്റിയാൽ നിങ്ങൾക്ക് 30,000 രൂപ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. അയ്യോ, നേരത്തെ കിട്ടിയതിന്റെ 10% കിട്ടും. അത് ഞങ്ങൾ അറിയില്ലല്ലേ? അതുകൊണ്ട് റിലാക്സ് ആയിട്ട് നിൽക്കായിരുന്നല്ലേ, ഒന്ന് പറഞ്ഞു നോക്കാം. അല്ല, മാത്രമല്ല ഓപ്ഷൻ ഒക്കെ ഇല്ല. തെറ്റരുതിനി. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്മാറണം. അല്ലാതെ പറയാതെ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 1.5 ലക്ഷം സ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അല്ല നിങ്ങൾ പൈസ വാങ്ങിച്ചെടുത്തോണ്ടിരിക്കണം, എന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റൂ. പിന്മാറിയാൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ കിട്ടും, തെറ്റിയാൽ 30,000 രൂപ കിട്ടും, വിജയിച്ചാൽ 5 ലക്ഷം രൂപ കിട്ടും. അതാണ് നമ്മുടെ കമ്പോള നിലവാരാവലോകനം. വേറെ ഇല്ലല്ലോ, അതേ ഓർമ്മയിലുള്ളൂ, അത് മാത്രമേ അറിയാവൂ. ഏതാ? കോട്ടയം കുഞ്ഞച്ചൻ. കോട്ടയം കുഞ്ഞച്ചനാണോ? അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ പൈസ പോകേണ്ടതാ. പോട്ടെ, ഞാനത് നിങ്ങൾ കലാകാരന്മാരായിട്ട് വിട്ട്. ഇത് സിനിമയായിട്ട് ബന്ധമില്ല കേട്ടോ ശരിക്കും. അല്ല, ഈ ക്യാരക്ടറിന് സിനിമയായി ബന്ധമില്ല. അത് നമ്മള് ലക്ഷങ്ങളൊക്കെ ക്ലൂ കൊടുക്കാറില്ല കേട്ടോ. ഇതൊക്കെ ശ്രീകുമാറിന്റെ പാട്ടിലൊക്കെ ഞാൻ വീണുപോയതാ. അപ്പൊ അതെങ്ങനെ സാർ കഥാപാത്രം അങ്ങനെ പറയുന്നത് എങ്ങനെയാ? അല്ല, ഒരു ഇത് എവിടെയും ക്യാരക്ടർ ആവാമല്ലോ. ഒരു സാഹിത്യ സൃഷ്ടിയിലാവാം, അങ്ങനെ അല്ലെങ്കിൽ സിനിമയില്ലാത്ത. മത്സരം മുറുകി, അതാണ് ഇപ്പൊ പ്രശ്നം. നമ്മള് കുഴങ്ങി നിൽക്കുക, കുന്നിൽ തടഞ്ഞ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? തെറ്റി വിളിച്ചു പറഞ്ഞുള്ള കാശ് പോക്കരുത് എന്നാണ് നമ്മുടെ റിക്വസ്റ്റ്. ചേച്ചി വല്ലാണ്ട് ആഗ്രഹിച്ചു പോയി 5 ലക്ഷം രൂപ കിട്ടുമായിരുന്നുള്ളൂ. അതെ, ഞങ്ങള് 5 ലക്ഷമല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഇതായിരുന്നു. ഏത്? 1 കോടി. എന്റെ ലക്ഷ്യം അത് തന്നെയാ, 1 കോടി. മാത്രല്ല ഫ്ലവേഴ്സിന് എംബ്ലോക്ക് ഇട്ട് എന്നെ സ്വാധീനിക്കാനായിട്ട് വന്ന വരവാ 2 പേരും. എനിക്കത് മനസ്സിലായി. സാറിനുള്ള ഗിഫ്റ്റ് എവിടെ? നമുക്ക് ആ വഴി കയറാം. ഇല്ല, ഗിഫ്റ്റ് നമ്മൾ എടുക്കില്ല. ഇതിനകത്ത് അയഞ്ച കൊഞ്ച മത്സരമാണ്. വെറുതെ വായി നോക്കി നിക്കണം. ഇത്തരം അവസരങ്ങളിൽ അവിടെ നിന്ന് എന്തെങ്കിലും ആംഗ്യമൊക്കെ കാണിച്ച് പറഞ്ഞു തരണം. മത്സരത്തിൽ വെള്ളം ചേർക്കാൻ നാം ആരെയും അനുവദിക്കില്ല. ആരെവിടെ? എന്ത് വേണം തീരുമാനിച്ചോളൂ. അറിയാമോ? 30,000 രൂപ വേണോ, 1.5 ലക്ഷം രൂപ വേണോ, അതോ ശരി ഉത്തരം പറഞ്ഞ 5 ലക്ഷം വാങ്ങിക്കണോ? വേഗം തീരുമാനിച്ചോളൂ, സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല. ഇല്ല. അപ്പൊ പിന്നെ വേറെ വേവട്ടെന്തോ, പുറത്തു പോവാം, പിന്മാറണം. അപ്പോ ശ്രീകുമാർ, സ്നേഹ ശ്രീകുമാർ, നിങ്ങൾ 2 പേരും മത്സര വേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്ലേ? ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം എനിക്ക്. കാരണം എന്താണെന്നറിയോ, ഒരാളെ പുറത്താക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് കുളിർമയാ. അല്ലെങ്കിൽ എന്തോ കയറി വരുമ്പോഴേ എന്തോ ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക്
ഇതിന്റെ ഉത്തരം പറയണമല്ലോ. ആ ഇതിന്റെ ഉത്തരം പറയണം. വല്ല ഊഹമുണ്ടോ? ടോംസിനെ കേട്ടിട്ടുണ്ടോ? ടോംസ്. കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ജേക്കബ് ഈശോ എന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് അപ്പി ഹിപ്പി. ഓ അപ്പി ഹിപ്പിയുടെ ക്യാരക്ടർ അതാണ്. പിന്മാറി ഗിറ്റാർ വിട്ട നന്നായി. കിടക്കുന്ന അപ്പി ഹിപ്പി. ഓക്കെ, ഒരിക്കലും നമുക്ക് പറയാൻ എനിക്ക് പറ്റില്ല. ശ്രീമാന്റെ ലുക്കാ അപ്പി ഹിപ്പി അല്ലേ? ഓക്കെ, പറയാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ? രക്ഷയില്ലായിരുന്നു. സീരിയസ് ക്വസ്റ്റ്യനാ. ഓക്കെ, അപ്പൊ 1.5 ലക്ഷം രൂപ കൊണ്ട് സന്തോഷമായി വീട്ടിൽ പോകാം. Okay. ഉത്തരം പറയാൻ പറ്റാതായപ്പോഴേ സ്നേഹയുടെ അനർഗളമായി ഒഴുകുന്ന ചിരി ഉണ്ടല്ലോ, അതങ്ങ് നിലച്ചു. ചിരി ഇപ്പൊ ഒഴുകുന്നില്ല. ഫ്യൂസ് പോയ പോലെ ആയിപ്പോയി. വീസാരെ ഊരി കൊണ്ടുപോയല്ലേ Off ആയിപ്പോയി. അപ്പി ഇപ്പി ഒന്ന് ഊരി കൊണ്ടുപോയി. അതാണ് പ്രശ്നമായത്. അതെ അതെ. അല്ലേ? അപ്പൊ ശ്രീമാറെ ഐശ്വര്യമായിട്ട് നമ്മള് 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ടു. ഓക്കെ, അപ്പൊ വരൂ, ഐശ്വര്യമായിട്ട് വാങ്ങിക്കൂ. ഇപ്പോഴാണ് ആ ഫ്ലവേഴ്സിന്റെ ഇതൊക്കെ ലോകം എല്ലാരും കാണുന്നത് അല്ലേ? അയ്യോ, കാണാം ഓക്കെ, അങ്ങോട്ട്. സന്തോഷം. താങ്ക് യു സർ. അപ്പൊ കാണാം. അപ്പൊ നിങ്ങളുടെ ദാമ്പത്യം പൊട്ടിച്ചിരിയും കരച്ചിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ ഇതുവഴി. ഓക്കെ. ഇനി നമ്മുടെ പ്രേക്ഷകർക്കുള്ള സ്വർണ്ണ സമ്മാനം വിതരണം ചെയ്യുന്ന പരിപാടിയാണ്. ഈ സ്വർണ്ണ സമ്മാനങ്ങൾ നിങ്ങൾക്കായി തരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നക്ഷത്ര ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് എറണാകുളം. 4 പേർക്കുള്ള സമ്മാനം ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നു. ആദ്യം പത്തനംതിട്ടയിൽ നിന്ന് ജിഹാന ബീഗം വരുന്നു. ജിഹാന ബീഗം, യു ആർ വെൽക്കം. ഇനി ആലുവയിൽ നിന്ന് ആദിത്യ ഓയെ വരുന്നു. ആദിത്യ, യു ആർ വെൽക്കം. കൊച്ചിയിൽ നിന്ന് ഷഹനാസ് നൌഷാദ്. ഹായ് ഷഹനാസ്, വരൂ. ഇനി നമ്മൾ സ്വർണ്ണ സമ്മാനം കൊടുക്കേണ്ടത് ഇടുക്കിയിലെ വിനോദ് ജെയിംസിനാണ്. പക്ഷേ വിനോദിന് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ടുണ്ട്, സൂസന്ന വിനോദ്. വരൂ സൂസന്ന വിനോദ്. അടിമുടി കലാകാരന്മാരായ 2 പേരുടെ ആവേശവും സന്തോഷവും ഒക്കെയാണ് നമ്മൾ പകർത്തിയത്. SP ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും 2 സൂപ്പർ കക്ഷികളാണ്. മറ്റൊരു മത്സരാർത്ഥിയുമായി നമ്മളിനി അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.